ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ സെന്നിൻ്റെ പണിയൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് ദുബായിലോട്ട് വന്നു. മാമച്ചിയിലൂടെ വന്നതാണ്. മാമച്ചിക്ക് ഈ ടൂറിൻ്റെ പാക്കേജൊക്കെ ഉണ്ട്. ഇതാണ് മാമച്ചി. നമ്മൾ 7 ദിവസത്തേക്കാണ് വന്നത്. ഇവിടെ സമയം 9:47. നാട്ടിൽ എത്ര ആയതുകൊണ്ട് ഇവിടുത്തേക്കാട്ടി 1.5 മണിക്കൂർ അങ്ങാണ്ട് കൂടുതലാണ്. നമ്മൾ ഇപ്പം ഫസ്റ്റ് പോണ സ്ഥലം എന്ന് പറയുമ്പം ഒരു ടെമ്പിളിലാണ് പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏത് ടെമ്പിളാണെന്നൊക്കെ കാണിച്ചു തരാം. 7 ദിവസത്തെ വീഡിയോ അതേപോലെ തന്നെ ഇടാം. ഡെയിലി വ്ളോഗെന്ന് പറഞ്ഞിടാം. നമ്മൾ ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും പോകാനുള്ള സ്ഥലങ്ങളും എല്ലാം ഇടാം. ഇപ്പം ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ വന്നവരൊന്നും കളഞ്ഞു പോയാൽ ഇല്ലേന്ന് അറിയാൻ വേണ്ടി എടുക്കുകയാണ് തോന്നുന്നത്. ആരൊക്കെ എവിടെയൊക്കെ പോയതൊക്കെയാണ് തോന്നുന്നത്, അറിയാൻ വയ്യ. ഓക്കെ, നമ്മളിവിടുന്ന് ബസ്സിലാണ് പോണത്. 9 നോക്കണം. മാമച്ചിട്ട് പെട്ടിയൊക്കെയാണ് ഒട്ടിക്കൊണ്ടുപോകണം. എനിക്ക് പെട്ടിയും ഒന്നുമില്ല. ഒരു ഫോണും 2 ദിവസം മാത്രമായിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ ബസ്സിൽ കയറി. ഇവരെയും കൊണ്ട് ഏത് ടെമ്പിൾ? ബാബ്സ് ടെമ്പിളിലോട്ടാണ് ആദ്യം പോകുന്നത്. ഗൈസ് നമ്മളിപ്പം ബാബ്സ് ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവരെയൊക്കെ കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആദ്യം ഇവിടെ രജിസ്റ്റർ ചെയ്യണം. എല്ലാവരെയും കൂടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇവിടെ കയറ്റണത്. എന്ന് പറയുമ്പം പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തുവാ 27 ഏക്കറിലാണ് ഇതിരിക്കുന്നത്. പിന്നെ 700 കോടി കണ്ട മുടക്കി പണിത ഒരു ടെമ്പിളാണ്. പിന്നെന്തൊക്കെയാണ് പറഞ്ഞായിരുന്നു. സാധാരണ ഒരു ടെമ്പിളിൽ എത്ര 3 അല്ലെങ്കിൽ 5 മറ്റേ ഉള്ള സാധനം കാണില്ലേ, അതാണ് പറഞ്ഞത്. ബട്ട് ഇവിടെ 7 എണ്ണം ഉണ്ട്. അത് 7 സ്റ്റേറ്റിനെ, നമ്മളെ UAE 7 സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണതാണ്. പിന്നെ ഇവരെങ്ങനെ ഓരോരുത്തരെ മാവച്ച് കൊണ്ടുവന്ന് എല്ലാവരും ഒരു സ്ഥലത്താക്കിയിട്ടേ അവിടെ കയറത്തുള്ളൂ. ഞാൻ എന്തായാലും കയറുന്നില്ല. ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും കയറില്ല. പോകണം. നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ഇന്നലത്തെ ആ പ്ലെയിനിലെ അത്ര ശരിയായില്ല. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് പോകണം. അപ്പോഴത്തേക്ക് അവർ കയറിയിട്ട് ഇറങ്ങും. നമ്മളെന്തായാലും നമ്മൾ ആ ഫുഡ് കോർട്ടും ഇത് പണിത അതേ സാധനം കൊണ്ടാണ് പണിത് വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ. നമ്മളവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അടുത്ത സ്ഥലം ഏതാണെന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവും. ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയാണ്. നമ്മളെ കൂടെ ഉള്ള മാമിമാരും മുമ്മമാരും ഒക്കെ ഇറങ്ങി നമ്മളെക്കാട്ടിൽ മുമ്പേ. और कुछ ना जानूं, बस इतना ही जानूं, तुझ में रब दिखता है।